ടേക്ക് ഡൈവേഷൻ. നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ കല്ലറ കൈതക്കനാൽ റോഡ് കൈപ്പഴ കുട്ടോമ്പുറം ജംഗ്ഷനിൽ എത്തുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തിലധികമായി നമ്മൾ കാണുന്ന ബോർഡ് മാന്നാനം പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതിന്റെ അടയാളം. മാന്നാനം പാലം വെണ്ണാറതോടിന് കുറുകെയുള്ള നീണ്ടൂർ പഞ്ചായത്തിനെയും മാന്നാനത്തെയും ബന്ധിപ്പിക്കുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള പാലം. ഈ പാലത്തിലൂടെ ഗതാഗതം നിരോധിച്ചിട്ട് 3 വർഷം. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ വീതി കുറഞ്ഞ ഈ പാലം പുതുക്കിപ്പണിയണം എന്ന ആവശ്യം ശക്തമായപ്പോൾ 2013 പാലത്തിന് സമാനമായ കലുങ്ക് നിർമ്മാണത്തിനായി 1 കോടി രൂപ അനുവദിച്ചു. കലുങ്ക് പോരാ, പാലം തന്നെ വേണം എന്ന ആവശ്യം ഉയർന്നപ്പോൾ KSTP പദ്ധതിയിൽപ്പെടുത്തി 2018 5 കോടി രൂപ അനുവദിച്ചു. തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി 2021 നവംബറിൽ പാലം പണി ആരംഭിച്ചു. എന്നാൽ 2022 ജനുവരിയിൽ പെട്ടെന്ന് പാലം പണി നിർത്തിവെച്ചു. അന്നു മുതൽ ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചു. പാലത്തിലേക്ക് ഉള്ള റോഡ് 300 മീറ്റർ ഒഴിച്ച് ബാക്കിയെല്ലാം അപ്പോൾ പൂർത്തിയായിരുന്നു. എന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് ദേശീയ ജലപാതയുടെ ബ്രാഞ്ച് കനാലാണെന്നും അതിനാൽ പാലം ഉയർത്തി പണിയണമെന്നുമുള്ള വിചിത്രമായ ഉത്തരവ് വന്നിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതേ പെണ്ണാറതോടിന് കുറുകെയുള്ള കുട്ടോമ്പുറം പാലത്തിന്റെ ഉയരം 4.5 മീറ്ററും എന്നാൽ മാന്നാനം പാലം 7.5 മീറ്റർ ഉയരത്തിൽ പണിയണമെന്നുമാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. അതിൽ ചില ദുരൂഹതകളുണ്ട്. 2022 ജനുവരി മുതൽ ഇന്നേ വരെ പാലം പണി ആരംഭിച്ചിട്ടില്ല. പാലം പണി ആരംഭിച്ച 2021 നവംബറിൽ അതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചു. കൈപ്പുഴയെയും മാന്നാനത്തെയും ബന്ധിപ്പിക്കുന്ന പാലത്തിൽ ഗതാഗതം നിരോധിച്ചതോടുകൂടി 2 കരകളും വേർപെട്ടു. മാന്നാനം പള്ളി, മെഡിക്കൽ കോളേജ്, മാന്നാനം കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ അവിടുന്ന് തിരിച്ചു വരുന്നവരും അന്നു മുതൽ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. പണി നിന്നതോടുകൂടി പാലത്തിന്റെ സമീപ പ്രദേശങ്ങൾ വേസ്റ്റ് നിക്ഷേപ കേന്ദ്രങ്ങളായി മാറി. പാലം പണി ആരംഭിക്കാത്തത് സംബന്ധിച്ച് ജനപ്രതിനിധികൾക്കും അതേപോലെ തന്നെ പരിസരവാസികൾക്കും വലിയ പ്രതിഷേധമാണ് ഉള്ളത്. കല്ലറ, വെച്ചൂർ, നീണ്ടൂർ പിന്നെ പടിഞ്ഞാറൻ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളെയും മാന്നാനവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ കുട്ടാമ്പുറം ജംഗ്ഷൻ കഴിഞ്ഞ് ഏതാണ്ട് 1.5 കിലോമീറ്ററോട് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന ഈ മാന്നാനം പാലം. പക്ഷേ വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു പോയിട്ടും 2 സീസൺ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഇനി 1 വർഷം കൂടി മാത്രമേ പാലം ബാക്കിയുള്ളൂ. ഇതിന്റെ അപ്പുറയും ഇപ്പുറയുമുള്ള വഴികളെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. പാലം മാത്രം ഇതുവരെ തുറന്നു കൊടുക്കാനായിട്ടോ പണിയാനായിട്ടോ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് ഈ നാട്ടിലുള്ള ആളുകളുടെ യാത്ര സുഗമമാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. 4-5 കൊല്ലമായിട്ട് പാലം പണി മുടങ്ങി കിടക്കുകയാണ്. അതുവഴിയാണ് ഏറ്റുമാനൂർക്കും നമുക്ക് അതിരമ്പുഴയ്ക്കും മെഡിക്കൽ കോളേജിനും ഒക്കെ ഉള്ള ഒരു എളുപ്പ വഴിയാണത്. തീർച്ചയായിട്ടും ഈ പാലം പണി വേഗം നടത്തേണ്ട ആവശ്യമാണ്. കാരണം വിദ്യാർത്ഥികളായിട്ടും ജോലിക്കാരായിട്ടും ധാരാളം പേർ ഈ വഴിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും വേഗം പണി പുനരാരംഭിക്കണം. മാന്നാനം പള്ളിയില്ലേ പോകുന്ന യാത്രക്കാർക്ക് പോലും അതിലെ പോകാൻ പറ്റത്തില്ല. കണ്ടമാനം വേയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിടുക. അതിൻ്റെ ഉപരിയായിട്ട് തന്നെ ഒത്തിരി നായ്ക്കൾ വന്ന് ഈ സ്ത്രീകളെയും കൊച്ചു ആമ്പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് ഓടിക്കുകയും അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചപ്പിനകത്ത് വീണ് ഞാൻ പിടിച്ചെഴുന്നേപ്പിച്ചിട്ടുണ്ട്. പാലം പണി ഉടനെ ആരംഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാ ചെയ്യാൻ പറ്റും? ഒരു പ്രദേശത്തെ ജനങ്ങൾ വർഷങ്ങളോളം വലഞ്ഞെങ്കിലും ഈ പ്രശ്നത്തിൽ ആവശ്യമായ ഗൗരവത്തോടുകൂടി MLA ശ്രീ VN വാസവൻ ഇടപെട്ടില്ല. മന്ത്രിയായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ സ്വാധീനം ഈ പാലം പണിയിൽ നടക്കുന്നതിൽ വേണ്ട വിധം ഉപയോഗിച്ചിട്ടില്ല എന്ന പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. അദ്ദേഹത്തിന്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് പാലം പണി ഇന്നേ വരെ ആരംഭിക്കാത്തത്. പാലം പണി ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ MLA തന്റെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളുടെയും പാലം പണി ഉടൻ ആരംഭിക്കും എന്ന അറിയിപ്പ് നൽകും. എന്നാൽ
ആ അറിയിപ്പായി അവശേഷിക്കുകയല്ലാതെ പാലം പണി ഇന്നേ വരെ ആരംഭിച്ചിട്ടില്ല. MLAയുടെ അനാസ്ഥ തുടരുകയും ഒരു തരത്തിലും പാലം പണി ആരംഭിക്കില്ല എന്ന് കണ്ടതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 2025 ജനുവരി 26 പണി ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പാലത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഈ പരിപാടിയുടെ പ്രചരണം ആരംഭിച്ചപ്പോൾ അസഹിഷ്ണുക്കളായ പ്രാദേശിക CPM നേതൃത്വം സമരപരിപാടികളെ അധിക്ഷേപിച്ചുകൊണ്ട് നാട് നീളെ പോസ്റ്റർ ഒട്ടിച്ചു. ഈ പോസ്റ്ററിലും ബോർഡിലും 2025 ഫെബ്രുവരിയിൽ പാലത്തിന്റെ പണി ആരംഭിക്കുമെന്ന് അവകാശപ്പെട്ടു. ഇങ്ങനെ പാലത്തിന്റെ പണി ആരംഭിക്കാനിരിക്കുമ്പോൾ കോൺഗ്രസ് നടത്തിയ സമരം അപഹാസ്യമാണെന്നും അതിലൂടെ അവർ പറഞ്ഞുവെച്ചു. എന്നാൽ 2025 ഏപ്രിൽ അവസാന ആഴ്ചയായിട്ടും പാലം പണി ആരംഭിച്ചിട്ടില്ല. സ്ഥലം MLA അനാസ്ഥ അവസാനിപ്പിച്ച് പാലം പണി ഉടൻ ആരംഭിക്കണം. CPMക്കാർ ഒട്ടിച്ച പോസ്റ്ററുകളും അവർ സ്ഥാപിച്ച ബോർഡുകളും ഇന്ന് അവരെ നോക്കി പല്ലിളിച്ചുകൊണ്ട് നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ടേക്ക് ഡൈവേർഷൻ ഈ ബോർഡ് ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്നതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം സ്ഥലം MLA ആയ ശ്രീ VN വാസവനാണ്. ആ ഉത്തരവാദിത്വം വേണ്ട രീതിയിൽ നിർവഹിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരങ്ങളുമായി ജനങ്ങൾ മുന്നോട്ട് വരും. നന്ദി, നമസ്കാരം.